ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടെമോയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഫ്രീ ഗിഫ്റ്റ് കിട്ടാം എന്നുള്ള വീഡിയോ 1-2 വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിലൊരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചിലവർ പറഞ്ഞത് എങ്ങനെയാണ് ഇതുപോലെ ഗിഫ്റ്റ് കിട്ടുന്നത്, അത് കിട്ടുമോ, എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവർ പറഞ്ഞു എങ്ങനെയാണ് ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓരോരുത്തർക്കും ഓരോ ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വന്ന കമൻറ്റിൽ ചിലവർ പറയുന്നുണ്ടായിരുന്നു ഇത് പറ്റിക്കൽസ് ആണ്, നമുക്ക് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും അങ്ങനെയല്ല. എനിക്ക് 4 തവണ ഞാൻ ഗിഫ്റ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടില്ല എന്നുള്ളതിൽ പ്രസക്തിയില്ല, നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് വന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം ഉണ്ട് ഇതിന്. ആ ടൈമിനുള്ളിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഗിഫ്റ്റ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലിങ്ക് വെറുതെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. അതും ഒരു ലിങ്ക് തന്നെ നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ആ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് എല്ലാവർക്കും ഡൗട്ട് വന്നത്. ഒത്തിരി കമൻറ്റ്സ് എനിക്ക് വന്നു, എങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ലിങ്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നതെന്നാണ് വേറൊരു ഡൗട്ട് വന്നത്. അപ്പോൾ അതാണ് ഇതിൽ നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എത്രയാണ് നമുക്ക് ഗിഫ്റ്റ് ഉള്ളത്, ആ 5 ഗിഫ്റ്റ്, എനിക്കിപ്പോൾ ഇവിടെ 5 വന്നിരിക്കുന്നത്, ആ 5 ഗിഫ്റ്റ് ഞാനിവിടെ ക്ലെയിം ചെയ്യുകയാണ്. അപ്പോൾ ആ സ്റ്റെപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. ഈ 5 ഗിഫ്റ്റുകൾ നമ്മൾ ക്ലെയിം ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ കൊണ്ടുവരും. അപ്പോൾ 5th ഗിഫ്റ്റിന് കംപ്ലീറ്റ് ചെയ്തിട്ട് പകുതി എത്തുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതും കൂടി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ന്യൂ ആപ്പ് യൂസേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത് അല്ലേ. അത് ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് ഡിഫറെൻറ്റ് ലിങ്ക് അയക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് കാണിക്കും. നമുക്ക് വാട്സപ്പിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടോ, വാട്സപ്പ്, മെസ്സഞ്ചർ, ഫേസ്ബുക്ക്, അതിൽ കൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് എടുത്തു, ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഫസ്റ്റത്തെ ഒരാൾക്കാണ് ഞാനിപ്പം ഫസ്റ്റ് വാട്സപ്പ് എടുത്ത് ഷെയർ ചെയ്യുന്നത്. 2ാം തവണയും വീണ്ടും ഞാൻ അടുത്ത ഇൻവൈറ്റ് ന്യൂ ആപ്പ് യൂസറിൻ്റെ എടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും വാട്സപ്പ് എടുത്തു, അടുത്ത എൻ്റെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്യാണ്. ഇതുപോലെ നമുക്ക് വീണ്ടും അടുത്തതെടുത്തു, ഇൻവൈറ്റ് ന്യൂ ആപ്പ് യൂസർ എടുത്തു, എന്നിട്ട് എൻ്റെ 3rd ഫ്രണ്ടിന് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ താഴെ കണ്ടോ കോപ്പി ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലിങ്ക് കോപ്പീഡായി. അപ്പം നമുക്ക് ആ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെസ്സേജിൽ ഇപ്പം വാട്സപ്പ് ചാറ്റിൽ കൊണ്ടുപോയിട്ട് ആ ചാറ്റിൻ്റെ അകത്ത് നമ്മുടെ ആ പേഴ്സണിന് വേണ്ടിയിട്ട് ലിങ്ക് കോപ്പി ചെയ്തിട്ട് അയക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കോപ്പി കോഡ് കിടക്കുന്നുണ്ട് കണ്ടോ, ആ കോപ്പി കോഡിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ തവണയും വാട്സപ്പ് എടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നമുക്ക് ഈ ഒറ്റ ലിങ്ക് തന്നെ നമുക്ക് ഇപ്പം 5 പേർക്ക് ടിക്കറ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പോകുന്ന ലിങ്ക് തന്നെയാണ് അടുത്ത ആൾക്കും പോവുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ലിങ്കും ആ ലിങ്കിൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോരുത്തർക്കും വെവ്വേറെ ലിങ്കാണ് അയക്കേണ്ടത് കേട്ടോ. ഫ്രണ്ട് എക്ക് അയച്ച ലിങ്ക് ഫ്രണ്ട് ബീന് ഒരിക്കലും അയക്കാൻ പാടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് അയച്ചോളൂ കേട്ടോ.